shell energy. What are the shells? K, L, M, N. ഈ ഷെൽസിൽ ആർക്കാണ് എനർജി കൂടുതൽ? ഇവർക്ക് ആരിലാണ് എനർജി കൂടുതൽ? നോക്കാം. ഫസ്റ്റ് ഹിയർ വി ആർ ടേക്കിംഗ് സോഡിയം ആറ്റം. Atomic number 11, so 2, 8, 1. അല്ലേ? Arrange this in shell. 1, 2, 3. 2 here and 8 and here 1. ഇതിൽ ആർക്കാണ് എനർജി കൂടുതൽ എന്ന് നമ്മൾ എങ്ങനെ നോക്കും? ലുക്ക്, പോസിറ്റീവ് നെഗറ്റീവ് ഇത് തമ്മിൽ എന്താ ഉണ്ടാവുന്നത്? Attraction or repulsion? Attraction, right? Here for nucleus, what's the charge? Positive charge. And the electrons? Negative charge. അല്ലേ? ന്യൂക്ലിയസും ഈ ഇലക്ട്രോൺസും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഈ അട്രാക്ഷൻ കാരണം ഈ എനർജിയാണ് ആരുപയോഗിക്കുന്ന? ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ ബോഡിയിലോട്ട് വീഴാതെ പിടിച്ച് ഈ ഷെല്ലിൽ തന്നെ പിടിച്ച് നിൽക്കാൻ ആര് പരിശ്രമിക്കുന്നു? നമ്മുടെ ഇലക്ട്രോൺസ് പരിശ്രമിക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ നോക്കൂ, ഇവർ ആരാണ് കൂടുതലും ന്യൂക്ലിയസിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നത്? ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ അല്ലേ? ഇവരല്ലേ കൂടുതലും ഫേസ് ചെയ്ത് നിൽക്കുന്നത്? അടുത്ത് നിൽക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജി എന്താണ്? കുറവാണ് അല്ലേ? എന്തുകൊണ്ട്? അവർ മാക്സിമം ആ എനർജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദൂരോട്ട്, അതായത് ഫാറിൽ കാണുന്ന ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടുതലാണ്. കാര്യം അവർ വെറുതെ നിൽക്കുകയാണ്. കാര്യം അടുത്തുള്ള ന്യൂക്ലിയസ് അടുത്തുള്ള ഇലക്ട്രോൺസിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരെ മറക്കുന്നു? ഫാർ അപ്പാർട്ടിലുള്ള നമ്മുടെ ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസിനെ മറക്കുന്നു. സോ ആർക്കാണ് എനർജി കൂടുതൽ? അക്കോർഡിംഗ് ടു ദിസ് ഫാർ അപ്പാർട്ടിലുള്ള ഷെൽസിനാണ് എനർജി കൂടുതൽ. സോ ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് എനർജി ഇൻക്രീസസ്. കാര്യം തൊട്ടടുത്തുള്ളവർ ഇലക്ട്രോൺസ് മറയുന്നു. അട്രാക്ഷൻ സംഭവിക്കുമോ? ഇല്ല. സോ ഇവർക്കുള്ള എനർജി കൂടുതൽ, ഇവർക്കുള്ള എനർജി തൊട്ടടുത്തുള്ളവർ എനർജി കുറവ്. ഇവരിൽ ആരാണ് ന്യൂക്ലിയസുമായിട്ട് അടുത്ത് നിൽക്കുന്നവർ? കെ, എൽ അല്ലേ? ഇവരല്ലേ? സോ നമ്മൾ എങ്ങനെ എനർജി എഴുതും? N greater than M, L, K. So here K is the lowest energy.